കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കളെ, എന്നാണ് വിശേഷമൊക്കെ? സുഖമല്ലേ? സന്തോഷമല്ലേ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കാണാറുണ്ടോ? ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ ഞായറാഴ്ച പഠിപ്പിച്ചതൊക്കെ പുസ്തകത്തിൽ വായിച്ചു നോക്കിയായിരുന്നോ? എന്തൊക്കെയായിരുന്നു പഠിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് പറഞ്ഞേ. നമ്മൾ ആരെ കുറിച്ചായിരുന്നു പഠിച്ചത്? ആരെ കുറിച്ചായിരുന്നു? കായേനും ഹാബേലും അല്ലേ? അവരാരായിരുന്നു? ആദി മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളായിരുന്നു. അപ്പോൾ മറന്നുപോയില്ല അല്ലേ? എന്താ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? കഥ പറഞ്ഞായിരുന്നോ വീട്ടിൽ? പപ്പേനെ മമ്മീനെയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചോ ആ കഥ? നല്ല കുഞ്ഞുങ്ങളാട്ടോ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബൈബിളിലെ മറ്റൊരു സംഭവമാണ്. അതായത് ദൈവം നോഹയെ വിളിക്കുന്നത്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠത്തിൻ്റെ പേരാണ് നീതിമാനായ നോഹ. എന്താണ്? നീതിമാനായ നോഹ. നമ്മൾ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? കായൻ ഹാബേലിനെ കൊന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളും പിന്നീട് ഈ ഭൂമിയിൽ ധാരാളം ജനങ്ങളുണ്ടായി. ഈ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളിൽ നിന്ന് പിന്നീട് അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ കുറേ നാളുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ഭൂമി നിറയെ ആളുകളുണ്ടായി. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ എണ്ണം കൂടി വന്നപ്പോൾ എന്തു സംഭവിച്ചെന്നറിയാമോ? ആളുകളുടെ ഇടയിൽ ഒരു സ്നേഹമില്ല. എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യങ്ങൾ. പിന്നെ ഭൂമി മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞു. കുശുമ്പും അസൂയയും കൊലപാതകവും കള്ളത്തരവും മൊത്തം ഭൂമി മുഴുവൻ ഇങ്ങനെയുള്ള തിന്മകൾ കൊണ്ട് നിറഞ്ഞു. ദൈവത്തിന് ഇതെല്ലാം കണ്ട് ദേഷ്യമാണ്. അപ്പോൾ ദൈവം ഇങ്ങനെ നോക്കുവാണ് ഭൂമിയിലേക്ക്. ആരെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നവരുണ്ടോ? അപ്പം ദൈവം നോക്കിയപ്പോൾ ദൈവം ഒരാളെ മാത്രം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് കണ്ടു. അതാരാന്നറിയാമോ? അതാണ് നോഹ. ആരാണ്? നോഹ. അപ്പോൾ ദൈവം നോക്കിയപ്പോൾ നോഹയും കുടുംബവും മാത്രമാണ് ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവരുള്ളൂ. നോഹയും കുടുംബവും എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും. തങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. അങ്ങനെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിലാണ് നോഹയും കുടുംബവും ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് ഈ നോഹയും കുടുംബത്തിനെയും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ദൈവം നോക്കി മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഭയങ്കര ഭയങ്കര വഴക്കാളികളായിട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അവരൊക്കെ ഭയങ്കര സ്വാർത്ഥരാണ്. അവർക്ക് അവരുടെ കാര്യം മാത്രം. ആരെയും കൊല്ലുന്നതിന് മടിയില്ല, നുണ പറയുന്നതിന് മടിയില്ല. അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് ഈ ഭൂമി മുഴുവനും നിറഞ്ഞു. അപ്പോൾ ദൈവം തീരുമാനിച്ചു ഈ ഭൂമിയെ നശിപ്പിക്കണം. ഈ ഭൂമിയിലുള്ള സർവ്വതും നശിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യരൊക്കെ ഒരു പാഠം പഠിക്കും. അവരുടെ അഹങ്കാരത്തിന് തക്കതായ ശിക്ഷ കൊടുക്കണം. അങ്ങനെ ദൈവം തീരുമാനിച്ചു. പക്ഷേ ദൈവത്തിന് നോഹയും കുടുംബത്തിനെ നശിപ്പിക്കാനായിട്ട് തീരെ ഇഷ്ടമുണ്ടായില്ല. കാരണം എന്താ? അവര് നല്ലവരായിരുന്നു. ദൈവത്തെ അനുസരിച്ച് ദൈവത്തോടൊത്ത് ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ
ദൈവം നോഹയുടെ അടുത്ത് വന്നു. എന്നിട്ട് നോഹയോട് പറഞ്ഞു, നോഹ, നിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഞാൻ ഈ ഭൂമി മുഴുവനും നശിപ്പിക്കാൻ പോവാം. പക്ഷെ നിന്നെ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. അപ്പം നോഹ പറഞ്ഞു, ദൈവമേ, അങ്ങ് പറയുന്ന എന്തും ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ജലപ്രളയം കൊണ്ടാണ് ഞാൻ ഈ ഭൂമി നശിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പെട്ടകം എന്താണെന്നറിയാമോ? പെട്ടകം വലിയൊരു കപ്പൽ പോലെ ഇരിക്കുന്ന വലിയൊരു കപ്പൽ. നിങ്ങൾ കപ്പൽ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയുള്ള ഒന്നാണ് പെട്ടകം. അപ്പോൾ ഒരു വലിയ പെട്ടകം നിർമ്മിക്കാനായിട്ട് ദൈവം നോഹയോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീയും നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിക്കണം. നിങ്ങൾ മാത്രം പ്രവേശിച്ചാൽ പോരാ, ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഒരാണും ഒരു പെണ്ണും വീതം ആ പെട്ടകത്തിനുള്ളിൽ നീയെ പ്രവേശിപ്പിക്കണം. അപ്പം നോഹ സമ്മതിച്ചു. എന്നിട്ട് നോഹ ഒരു വലിയ പെട്ടകം പണിയാൻ തുടങ്ങി. പെട്ടകം പണിയാൻ തുടങ്ങിയപ്പോഴേ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിച്ചു, നോഹേ, നീ എന്നെ ഈ ചെയ്യണേ? അപ്പം നോഹ പറഞ്ഞു, ഞാനൊരു വലിയ പെട്ടകം പണിയുവാണ്. വലിയൊരു ജലപ്രളയം വന്ന് ഈ ഭൂമി മുഴുവൻ നശിക്കാൻ പോവാണ്. അതുകൊണ്ട് വലിയൊരു പെട്ടകം പണിത് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കളിയാക്കി നോഹേ, നീ ചുമ്മാ നുണ പറയുന്ന, കള്ളം പറയുന്നതെന്നൊക്കെ പറഞ്ഞ് നോഹയെ കളിയാക്കി അവരെ പോയി. നോഹ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ പെട്ടകം ഉണ്ടാക്കി. ആ പെട്ടകത്തിൽ അവരെല്ലാവരും പ്രവേശിച്ചു. അതുപോലെ തന്നെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിലും ഒരാണും ഒരു പെണ്ണും വീതം ആ പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. പിന്നെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. ആദ്യം മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ, കുറേ നാളായി അവിടെ മഴ പെയ്തിട്ട്. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ മഴ വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഇരുന്നു. മഴ ഇങ്ങനെ പെയ്ത് വെള്ളം കൂടി വരാൻ തുടങ്ങി. വെള്ളം ഇങ്ങനെ ഉയർന്ന് വന്നു. വെള്ളം ഉയർന്നു വരാൻ തുടങ്ങിയപ്പോഴേക്കും ആളുകൾക്കൊക്കെ ചെറിയൊരു പേടിയായി. പ്രളയം വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു പ്രളയം ഉണ്ടായത്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പ്രളയം എന്തുമാത്രം നമ്മളെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളത് നമ്മൾ ശരിക്കും കണ്ടതാണ് അല്ലേ? ഇത് അതുപോലെയൊന്നുമല്ല, 40 ദിവസവും മഴയങ്ങ് പെയ്തു. 40 രാവും 40 പകലും മഴ പെയ്തു. അപ്പോൾ ശക്തമായ മഴ, ആളുകൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതെ വെള്ളം ഉയർന്ന് വലിയ മരങ്ങളും കുന്നുകളും എല്ലാം ഇങ്ങനെ വെള്ളം കൊണ്ട് മൂടി. ഭൂമി മുഴുവനും വെള്ളം, എവിടെ നോക്കിയാലും വെള്ളം. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ വെള്ളത്തിൽപ്പെട്ട് മരിച്ചുപോയി അല്ലേ? അപ്പോൾ നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്നവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ദൈവം ഇവരെ കാത്തു പരിപാലിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? ദൈവം നേരത്തെ തന്നെ ഇവരെ ഒരുക്കി. കാരണം എന്താ? അവർ ദൈവത്തോട് അടുത്ത് ജീവിക്കുന്നവരായിരുന്നു. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു നോഹയും കുടുംബാംഗങ്ങളും അല്ല. അതുകൊണ്ടാണ് ദൈവം അവരെ ഈ പ്രളയത്തിൽ നിന്ന് സംരക്ഷിച്ചത്. അങ്ങനെ ഈ പ്രളയം മൂലം ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നാശം സംഭവിച്ചു. അവസാനം 40 ദിവസവും 40 രാത്രി 40 പകലും മഴ പെയ്ത് ഭൂമി മുഴുവൻ വെള്ളം നിറഞ്ഞ് നോഹയുടെ പെട്ടകം അപ്പോൾ എന്ത് ചെയ്തു? ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നമുക്കറിയാം, കപ്പൽ എങ്ങനെ കിടക്കും? വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ ഉയർന്നിരിക്കും. അതുപോലെ നോഹയുടെ പെട്ടകം ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്നു നിന്നു. നോഹയും കുടുംബാംഗങ്ങളും പെട്ടകത്തിനുള്ളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തങ്ങളെ ഇത്ര വലിയ ആപത്തിൽ നിന്ന് കാത്തു പരിപാലിച്ച ദൈവത്തിന് അവർ നന്ദി പറഞ്ഞു. അങ്ങനെ ജലപ്രളയമൊക്കെ അവസാനിച്ചു. എന്നിട്ടും 150 ദിവസം എടുത്തു അവരെ പേടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. വെള്ളം താഴ്ന്നു വരട്ടെ. അങ്ങനെ വെള്ളമൊക്കെ താഴ്ന്ന് നോഹയും കുടുംബാംഗങ്ങളും ജീവജാലങ്ങളെല്ലാം ഭൂമിയിലേക്ക് വീണ്ടും പ്രവേശിച്ചു. അപ്പോൾ നോഹ എന്ത് ചെയ്തെന്നറിയാവോ? അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് ദൈവത്തിന് ബലിയർപ്പിച്ചു.
ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ദൈവം ചുറ്റും നോക്കി. ദൈവം ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോൾ നോഹയുടെ ഈ വിശ്വാസം കണ്ട് ദൈവം നോഹയുമായിട്ട് ഒരു ഉടമ്പടി വെച്ചു. ദൈവം പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും പ്രളയം കൊണ്ട് ഈ ഭൂമിയെ മുഴുവനായും നശിപ്പിക്കുകയില്ല. അതിൻ്റെ അടയാളമായിട്ട് ദൈവം ആകാശത്തിൽ ഒരു മഴവില്ല് സ്ഥാപിച്ചു. മഴവില്ല് കണ്ടിട്ടില്ലേ നിങ്ങൾ? 7 നിറങ്ങളുള്ള മഴവില്ല്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം നോഹയുടെ കുടുംബത്തെ രക്ഷിച്ചത്? നോഹയെയും നോഹയുടെ കുടുംബാംഗങ്ങളെയും പ്രളയത്തിൽ നിന്ന്, ഇത്രയും വലിയൊരു പ്രളയത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള കാരണം എന്താ? നോഹ നീതിമാനായിരുന്നു. അതുപോലെ തന്നെ ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ദൈവം നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചത്. അതുപോലെ നമ്മളും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായാൽ നമ്മളെയും ദൈവം എന്തു ചെയ്യും? എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കും കേട്ടോ. അപ്പോൾ നല്ല മക്കളായിട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് അനുസരണയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് വളർന്നു വരണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ഇതിനു മുമ്പ് പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടോ? പഠിച്ചായിരുന്നോ? സന്ധ്യാപ്രാർത്ഥനകളിൽ വീട്ടിൽ കൂടാറുണ്ടോ? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിൽ കൂടാറുണ്ടോ? നല്ല കുഞ്ഞുങ്ങളാട്ടോ. എല്ലാ ദിവസവും നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കുഞ്ഞു മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കും. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രാർത്ഥന എല്ലാവരും ഒന്ന് കൈ പിടിച്ചേ. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. പറഞ്ഞേ എല്ലാവരും. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. ഇത് പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ബൈബിൾ വാക്യം 112 സങ്കീർത്തനം 6 വാക്യം. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല, എന്തെന്നാൽ അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ഒന്നുകൂടെ പറയാം. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല, അവൻ്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ഈ പറഞ്ഞു തരുന്ന ബൈബിൾ വാക്യങ്ങളെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. ഒരാഴ്ച ഒരു ബൈബിൾ വാക്യമല്ലേ ഉള്ളൂ. നല്ല മക്കളായിട്ട് നിങ്ങളത് കാണാതെ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വർക്ക് ബുക്ക് നിങ്ങൾ ചെയ്തായിരുന്നോ? ഇനി ഈ നീതിമാനായ നോഹ എന്നുള്ള പാഠത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ബുക്കിനകത്ത് ചിത്രങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട്. നോഹയുടെ പെട്ടകത്തിൽ പ്രവേശിപ്പിച്ച പക്ഷി മൃഗാദികളുടെ ചിത്രങ്ങൾ ഒട്ടിക്കാൻ പറഞ്ഞൊരു കോളം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിനകത്ത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ചിത്രങ്ങളൊക്കെ ഒട്ടിക്കണം കേട്ടോ. പിന്നെ അതിനകത്ത് 2-3 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ പാഠപുസ്തകം ഒന്ന് വായിച്ചിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. നല്ല മക്കളായിട്ട് വളർന്നു വരണം. ഈശോയോട് എന്നും പ്രാർത്ഥിക്കണം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.